ലവ് ജിഹാദ് നിയമം മൂലം തടയണമെന്ന ആവശ്യത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മതവിശ്വാസമാണ് ലവ് ജിഹാദിന്റെ അടിത്തറ, അതിൽ സംശയമില്ല. നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തി കെണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ വഴിതെറ്റിച്ച് അവരെ ഇരകളാക്കി അവരെ ദുരുപയോഗം ചെയ്ത് പിന്നീട് അവര് പൊതുസമൂഹത്തിൽ വന്നിട്ട് പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. കാരണം ഒരു പെൺകുട്ടിയും അവരുടെ മാനം വിറ്റ് കളിക്കില്ല. ചതിയിൽപ്പെട്ടു കെണിയിൽപ്പെട്ടു ഒക്കെ പിന്നീട് വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ആരും പറയില്ല. ഇപ്പൊ ഷഹൻഷാ കേസിലെ വിധിയിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടികളുടെ പേര് പോലും വായിക്കാൻ പറ്റില്ല, പേരില്ല. ഷഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ കേസിൽ ആ പെൺകുട്ടികളുടെ പേര് വിധിന്യായത്തിൽ വായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് ഫർദർ ജീവിതമുണ്ട്. ആ ജീവിതം വെച്ച് കളിക്കാൻ കോടതി തയ്യാറല്ല. അപ്പം അതുകൊണ്ട് അത്തരം പെൺകുട്ടികൾക്ക് ഇപ്പോൾ മുഖമില്ലാത്ത പെൺകുട്ടികളാണ് മുഖമില്ല അവർക്ക്. കാരണം അവർക്ക് മുഖത്തോടു കൂടി പൊതുസമൂഹത്തിൽ വരാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുക. ചങ്ക് തകരം നിങ്ങൾക്ക് ഷഹൻഷാ കേസിലെ ആ പെൺകുട്ടികളുടെ മൊഴി വായിച്ചാൽ എന്തൊക്കെ ക്രൂരമായ രീതിയിലൂടെയാണ് ആ പെൺകുട്ടികൾ കടന്നുപോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആ മൊഴി വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ അത് ക്രിസ്തു മതത്തിലാകട്ടെ ഹിന്ദു മതത്തിലാകട്ടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പോലെ ലവ് ജിഹാദ് എന്ന ഈ ഒരു പ്രവർത്തനം, ലവ് ജിഹാദ് എന്നുള്ളത് ഒരു സംഘടനയുടെ പേരല്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ട് എന്ന് നിയമപരമായി തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് 2020 ശ്രീ ബെന്നി ബെഹനാൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞത് ലവ് ജിഹാദ് it is not a defined term. It is not a defined term under the extant laws എന്ന് പറഞ്ഞത്. ഇപ്പോൾ ലവ് ജിഹാദ് നിയമപരമായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സംജ്ഞയല്ല. അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിക്കും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ടേം. അങ്ങനെ അന്നത്തെ IPCയിലോ ഇപ്പോഴത്തെ BNSലോ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സംജ്ഞയല്ല അത്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ ലഹരി മാഫിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹരി മാഫിയ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ലഹരി മാഫിയ ഉണ്ടെന്ന് ഉത്തരം കിട്ടില്ല. കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് ലഹരി മാഫിയ ഉണ്ടെന്ന് കിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ചും അതുണ്ട് ഇവിടെ. അത് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ ഉണ്ട്. അതൊരു നമ്മുടെ മുമ്പിൽ അതിൻ്റെ വിക്ടിംസ് ഉണ്ട്, ഇരകളാക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണം എന്ന് സർക്കാരിനോട് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാതൽ. ലവ് ജിഹാദ് നിയമം മൂലം തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്.